എല്ലാവരും ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഇപ്പോൾ ഒരു തകർപ്പൻ വിജയമാണ് ഇന്റർ മിയാമി നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സൂപ്പർ സബായി വന്ന് ഒരു ഗോൾ നേടിക്കൊണ്ട് മെസ്സി തന്നെ ഇന്നലത്തെ മത്സരത്തിലെ ഹീറോയായി മാറി എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും. എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരിക്കണം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേ വീഡിയോയുടെ തന്നെ കടക്കാം. എന്തായാലും ഇന്നലെ രാത്രി കോൺകാക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന മത്സരത്തിൽ ഇപ്പോൾ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ ഇന്റർ മിയാമി സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഇന്റർ മിയാമി ഇപ്പോൾ വിജയിച്ച് കയറിയിട്ടുള്ളത്. ലൂയിസ് സുവാരസ് ആണ് ആദ്യം 37-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഇന്റർ മിയാമിയെ മുന്നിലെത്തിച്ചത്. പിന്നീട് പകരക്കാരനായി ഇറങ്ങിയ ലിയോണൽ മെസ്സി 90-ാം മിനിറ്റിന്റെ ഇഞ്ചറി ടൈമിൽ ഒരു തകർപ്പൻ ഗോൾ നേടിക്കൊണ്ട് ഇന്റർ മിയാമിയുടെ വിജയം പൂർത്തിയാക്കുകയായിരുന്നു. അങ്ങനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഇന്റർ മിയാമി ഇപ്പോൾ വിജയിച്ച് കയറിയിരിക്കുന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും മെസ്സി സൂപ്പർ ഹീറോ, സൂപ്പർ സബായി എന്ന് തന്നെ പറയേണ്ടി വരും. പകരക്കാരനായി വന്നിട്ടായിരുന്നു മെസ്സി ഗോൾ നേടിയതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. എന്തായാലും കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയുള്ള പ്രീ മാച്ച് കോൺഫറൻസിൽ മെസ്സി ആദ്യ 11-ൽ ഉണ്ടാകുമെന്നുള്ള ചോദ്യം പരിശീലകനോട് ചോദിച്ചിരുന്നു. എന്നാൽ സാധ്യത കുറവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നലെ സംഭവിച്ചിരുന്നു. അദ്ദേഹം ആദ്യ 11-ൽ ഉണ്ടായിരുന്നില്ല, പകരക്കാരനായിട്ടായിരുന്നു മെസ്സി വന്നത്. എന്നാൽ പകരക്കാരനായി വന്ന് ഗോളടിക്കാനും അദ്ദേഹത്തിന് സാധിച്ചെന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു ഘടകം തന്നെയാണെന്ന് നിലവിൽ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ തകർപ്പൻ വിജയമാണ് ഇന്റർ മിയാമി നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത്.